വാങ്ങിയിട്ട് നിങ്ങൾ കച്ചവടം ചെയ്ത പഞ്ചായത്ത് നിങ്ങൾ ഒരുപാട് ലൈസൻസ് ഉണ്ടോ പഞ്ചായത്ത് കച്ചവടം ചെയ്യാൻ? பஞ்சாயத்து கச்சோட இங்க பிசினஸ் பண்றதுக்கு உங்களுக்கு லைசன்ஸ் இருக்கா? இருந்தாக்கா ஷாப் காணிக்கு ലൈസൻസ് ഉണ്ടോ? ഇതാ ബില്ലിതാ. ഷോപ്പ് ക്ലോസ് ആക്കിട്ട് വർത്താൻ ലൈസൻസ് ഉണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് എടുത്തുക്കോ. ഈ സാധനം എന്താണോ? ഇതെല്ലാം എന്നാ സാധനോ? ഈ സാധനത്തിന് കഴിച്ചാല് അന്നേരം തന്നെ വരും ക്യാൻസർ. വേറൊന്നുമില്ല. ഈ കച്ചവടം നമ്മുടെ നടക്കില്ല. ഈ മുതലേ കട ഷോപ്പ് ക്ലോസ് പണ്. ഞങ്ങൾക്കെല്ലാം അറിയാം ചേട്ടാ. ഞങ്ങൾ കുറെ സാധുക്കൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നീ അങ്ങേ സീസണിൽ வந்து நீ காசு எடுத்துட்டு எங்கன்னா பேச்சப்புறம் எல்லாம் இதோ ஒரு நிமிஷம் நம்ம வந்து இதுல போட்டு கொடுக்கிறது இது எவ்வளவு இருக்கு? இதெல்லாம் பிளாஸ்டிக் அல்ல. எந்த ரிட்டர்னடா? எந்த ரிட்டர்னு? எந்த ரிட்டர்னு? எந்த ரிட்டர்னு? ஆபீஸ் வந்து ஏது ஆபீஸ் ஒரு ஆபீஸ் இல்ல. ഇപ്പൊ ഇന്ന് ഇല്ലല്ലോ ഒരു അഡ്ജസ്റ്റ് പണമില്ല. ഇറങ്ങണ ഇന്റെ മറ്റേ ആളുങ്ക ഇതിന്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഇത് 4000 പഞ്ചായത്ത് വന്നിട്ടുണ്ടെങ്കിൽ 25,000 ഫൈൻ ഇടില്ലേ? കോഴിക്കോട് 50,000 ഫൈൻ ഇടില്ല. ஒண்ணு சொல்றேன் நம்மளுக்கு தெரியாது. ഇറങ്ങി ഞമ്മൾ കച്ചവടക്കാർക്ക് മാത്രം 25,000 50,000 ഫൈൻ അണ്ണാ. ഇത് പിന്നെ പഞ്ചായത്ത് പ്ലാസ്റ്റിക് സാധനം തീർത്ത് പിടിക്കില്ല. ഏതൊരു 1 ലക്ഷം രൂപ ഫൈനാണ്. ബക്കറ്റ് വാങ്ങാൻ വേണ്ടി അണ്ണാ നാളെ തുറക്കണേ.